നമസ്കാരം, എൻ്റെ പേര് ദാസ്. നമ്മളിന്ന് പറയാൻ പോകുന്നത്, നമ്മൾ ഓരോരുത്തരും ജനിച്ച് മരിക്കുന്നവരെ ഓരോ ദശയുടെ അണ്ടറിലായിരിക്കില്ലേ. അതായത് നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ ദശകൾ കടന്നു പോകുന്നുണ്ടോ നമ്മളിവിടെ. ഓക്കെ, അത് പല കാലഘട്ടം അനുസരിച്ചായിരിക്കും ഓരോ ദശകൾ വരുന്നത്. അപ്പോൾ ഈ ദശാകാലത്തിന് നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കാനും ഉള്ള കഴിവുണ്ട്. അതായത് ഓരോ ദശ വരുമ്പോഴും ആ ദശയുടെ അണ്ടറിലായിരിക്കും, അല്ലെങ്കിൽ ആ ദശയുമായി ആ ദശ ഏത് ഗ്രഹമാണോ ആ ദശാനാഥൻ, ആ ഗ്രഹത്തിൻ്റെ റേഡിയേഷനിലായിരിക്കും നമ്മുടെ ജീവിതം പോവുക അല്ലേ. അപ്പോൾ ഈ ദശ നമ്മുടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടും നമുക്ക് ആ ഏത് ദശാനാഥൻ്റെ ദശയാണോ ആ ദശാനാഥനായ ഗ്രഹം നമുക്കത് എങ്ങനെയാണോ, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന രീതിയിലാണ് നമുക്ക് എന്ത് വരിക, നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് വരുന്നതും നല്ല കാര്യങ്ങളും വരുന്നതും. ഓക്കെ, അപ്പോൾ ആ ഗ്രഹം നെഗറ്റീവ് ആണെങ്കിൽ എന്തുണ്ടാവും, ആ ദശാകാല സമയത്ത് നമുക്ക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ്, നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗ്രഹം പോസിറ്റീവ് ആണെങ്കിൽ എന്തുണ്ടാവും, അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് തരും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഓരോ ദശാകാലങ്ങൾ വരുമ്പോൾ ആ ദശയുടെ കൺട്രോള് ഉള്ള ആ ഗ്രഹം, അതായത് ദശാനാഥൻ എന്നൊക്കെ പറയില്ലേ, ദശാധിപൻ എന്നൊക്കെ പറയുന്ന ആ ഗ്രഹത്തിനെ നമുക്ക് പോസിറ്റീവ് ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ദശാകാലം നമുക്ക് സ്മൂത്തായിട്ട് അല്ലേ, വലിയ പ്രോബ്ലംസ് ഇതൊന്നും ഇല്ലാതെ ആ ദശാനാഥൻ്റെ ആ ഗ്രഹത്തിൻ്റെ നല്ല റേഡിയേഷൻസ് നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പം അത് എങ്ങനെ നമുക്ക് ആ ഗ്രഹം നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കാം എന്നാണ് നമ്മൾ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഓരോ ദശ വരുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, നമുക്ക് ആ ദശയുടെ ഒരു റേഡിയേഷൻ നമ്മളിൽ സംഭവിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് പോസിറ്റീവാക്കി എടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏത് ദശയാണ് നമുക്ക് നടക്കുന്നത്, ഉദാഹരണം സൂര്യദശ നടക്കുന്ന സമയത്ത് ആ സൂര്യദശയുടെ ഗ്രഹാര അധിപനായ ഗ്രഹം സൂര്യനാണല്ലേ. അപ്പോൾ ഈ സൂര്യൻ നമ്മുടെ ജാതകത്തിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഈ സൂര്യനെ നമുക്ക് പോസിറ്റീവ് ആക്കിയാൽ, ഈ ദശ നടക്കുന്ന സമയത്ത് സൂര്യനെ പോസിറ്റീവ് ആക്കി നിർത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാവും, ആ സൂര്യൻ്റെ നെഗറ്റീവ് കാര്യങ്ങളെ കുറയ്ക്കാനും ആ സൂര്യൻ്റെ പോസിറ്റീവ് റേഡിയേഷൻ നമ്മളിലേക്ക് വരാനും സാധിക്കും അല്ലേ. അപ്പോൾ പോസിറ്റീവ് റേഡിയേഷൻ വരുന്തോറും ആ ദശാകാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രോബ്ലംസിനെ കുറച്ചിട്ട് ആ ദശാകാലത്തിൻ്റെ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ സ്മൂത്തായിട്ട് നമുക്ക് ആ കാലഘട്ടം പോകാൻ സാധിക്കും അല്ലേ. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. അതായത് നമ്മുടെ ഗ്രഹനിലയിൽ ഓരോ ദശാകാലം വരുമ്പോഴും ആ ദശാനാഥനായ ഗ്രഹം നമ്മുടെ ജാതകത്തിൽ ഗ്രഹനിലയിൽ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്, എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അതായത് നമ്മുടെ ദശാകാലങ്ങൾ, ഓരോ ദശാകാലങ്ങൾ ഓരോരോ വർഷങ്ങളുണ്ടല്ലേ. ഇപ്പോൾ സൂര്യദശയ്ക്കാണെങ്കിൽ ഏകദേശം ഒരു 10 വർഷത്തോളം സൂര്യദശ വരും. അപ്പോൾ ആ 10 വർഷക്കാലം ഏകദേശമാണ് കേട്ടോ. 10 വർഷക്കാലം എന്ത് ഉണ്ട്, ആ സൂര്യൻ്റെ റേഡിയേഷൻ നമുക്ക് വരും അല്ലേ. അപ്പോൾ സൂര്യൻ്റെ റേഡിയേഷൻ വരുമ്പോൾ ഈ സൂര്യൻ നമ്മുടെ ഗ്രഹനിലയിൽ ഏത് രാശിയിലാണോ പോയിരിക്കുന്നത്, ആ രാശിയിൽ പോയിരിക്കുന്ന ഈ സൂര്യൻ നമ്മുടെ ചന്ദ്രൻ ഇരിക്കുന്ന നക്ഷത്രമാണല്ലോ നമ്മുടെ ജന്മനക്ഷത്രം. അതുപോലെ തന്നെ ഈ സൂര്യനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നക്ഷത്രത്തിൽ പോയിരിക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ ഇരിക്കുന്ന നക്ഷത്രം, അതുപോലെ സൂര്യൻ ഇരിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. ഓക്കെ, അത് നമ്മൾ ഡീപ്പായിട്ട് ജാതകം ചിന്തിക്കുമ്പോഴാണ് നമുക്കത് കിട്ടാം. ഓക്കെ, അപ്പോൾ ഈ സൂര്യൻ ഇരിക്കുന്ന ഈ നക്ഷത്രം, ആ നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻ നമുക്ക് ഈ ദശാകാലം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സൂര്യൻ ഇരിക്കുന്ന ആ നക്ഷത്രത്തിന് നമ്മൾ പോസിറ്റീവ് ആക്കിയാൽ മതി. ഓക്കെ, അതായത് ആ സൂര്യൻ ഇരിക്കുന്ന നക്ഷത്രത്തിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കാം, ആ നക്ഷത്രത്തിലുള്ള ആളുകൾക്ക്, അതായത് സൂര്യൻ, ഇപ്പോൾ ഉദാഹരണത്തിന് സൂര്യൻ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ നക്ഷത്രം അനിഴമാണെന്ന് വിചാരിക്കുക. ഓക്കെ,
നമ്മുടെ നക്ഷത്രം അന്യമായത് എങ്ങനെയാണ്? നമ്മുടെ ചന്ദ്രൻ അന്യ നക്ഷത്രത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അല്ലേ. അതുപോലെ ആ നമ്മുടെ നക്ഷത്രം അന്യോന്യമായി ആവുന്ന സമയത്ത് നമുക്ക് എന്ത് വന്നു? സൂര്യദശ വന്നു. സൂര്യദശ വന്ന സമയത്ത് നമ്മുടെ സൂര്യൻ പോയിരിക്കുന്ന അശ്വതി നക്ഷത്രത്തിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏത് ദശയാണോ നമുക്ക് നടക്കുന്നത്, ഏത് ഗ്രഹത്തിൻ്റെ ദശാകാലമാണോ ഇപ്പോൾ നടക്കുന്നത്, ആ ദശാകാല ഏതാണെന്ന് നോക്കിയിട്ട്, ആ ഗ്രഹം ഏതാണെന്ന് നോക്കിയിട്ട്, ആ ഗ്രഹം നമ്മുടെ ഗ്രഹനിലയിൽ ഏത് രാശിയിലിരിക്കുന്നു, ആ രാശിയിൽ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിൻ്റെ റേഡിയേഷനാണ് ആ സമയത്ത് നമുക്ക് വരാം. ഓക്കെ, അതുകൊണ്ട് ആ റേഡിയേഷനുള്ള കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കാം? ഈ ഗ്രഹത്തിൻ്റെ ദശാകാലത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരും ചെയ്യും. അതിൻ്റെ ദോഷമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു, അശ്വതി നക്ഷത്രത്തിലാണ് സൂര്യൻ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അശ്വതി നക്ഷത്രത്തിൻ്റെ റേഡിയേഷന് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം അല്ലേ. അതായത് അതിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക ആ നക്ഷത്രത്തിനെ. അപ്പോൾ ആ നക്ഷത്രത്തിന് പോസിറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ നക്ഷത്രത്തിൻ്റെ റേഡിയേഷനിൽ വരുന്ന സാധനങ്ങളും അതുപോലെ ആ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കും നമ്മൾ എന്ത് ചെയ്യണം? പുണ്യം ചെയ്യണം, ദാനം ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പുകൾ കൊടുക്കണം, അങ്ങനെ ചെയ്യണം. അതുപോലെ ആ നക്ഷത്രത്തിന് റേഡിയേഷനുള്ള വസ്തുക്കളെ നമ്മൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. ഓക്കെ, അപ്പോൾ ദാനം ചെയ്യുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് തന്നെ ദാനം ചെയ്യണമെന്നില്ല, പക്ഷെ അശ്വതി നക്ഷത്രക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലേ. അതുപോലെ ഈ എന്താ പറയുക, ഇപ്പോൾ അശ്വതി നക്ഷത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് മുന്തിരിയാണ്. മുന്തിരി അശ്വതി നക്ഷത്രത്തിൻ്റെ റേഡിയേഷനാണ്. അതുകൊണ്ട് നമുക്ക് മുന്തിരി എല്ലാ മാസവും ദാനം ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് ഇതിനെ പോസിറ്റീവാക്കി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇതിനെ നമ്മുടെ ഈ സൂര്യദശാകാലത്ത് അശ്വതിയിൽ സൂര്യൻ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അശ്വതി നക്ഷത്രത്തിന് റേഡിയേഷനുള്ള മുന്തിരി ദാനം ചെയ്യുകയാണെങ്കിൽ, എല്ലാ മാസവും മുന്തിരി ദാനം ചെയ്യുകയാണെങ്കിൽ, അതിന് ഇപ്പോൾ ഈ മുന്തിരി ദാനം ചെയ്യാൻ നമ്മൾ ഏത് നക്ഷത്രം നമുക്ക് എടുക്കാം? അശ്വതി നക്ഷത്രം വരുന്ന ദിവസമല്ലേ, ചന്ദ്രൻ അശ്വതിയിൽ വരുന്ന ദിവസം. അശ്വതി നക്ഷത്രം വരുന്ന ദിവസം എടുത്താൽ കുറച്ചും കൂടി ബെറ്ററാണ്. എന്ന് വെച്ചാൽ അശ്വതി നക്ഷത്രത്തിൽ തന്നെ നമുക്കിത് ചെയ്യണം എന്നില്ല, പക്ഷെ അത് ചെയ്താൽ കുറച്ചും കൂടി ഗുണം ആയിരിക്കും. അതല്ല എങ്കിലും നമ്മൾ ഏത് ദിവസം കൊടുത്താലും എല്ലാ മാസം നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മുന്തിരി, അശ്വതി നക്ഷത്രത്തിൽ സൂര്യൻ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സൂര്യദശ വരുന്ന സമയത്ത് ഈ മുന്തിരി നമ്മൾ ദാനം ചെയ്യുന്നതോറും എന്ത് സംഭവിക്കും? ഈ സൂര്യനെ നമുക്ക് പോസിറ്റീവ് ആക്കി കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ആ സൂര്യൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ, ആ ദശാകാലത്ത് സൂര്യൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. ആ സൂര്യൻ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അശ്വതി നക്ഷത്രം അങ്ങനെ വന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി ഉദാഹരണത്തിന് ഈ സൂര്യൻ പോയിട്ട് ഭരണി നക്ഷത്രത്തിലായിരിക്കണമെന്ന് വയ്ക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ അവിടെ മുന്തിരിയല്ല ചെയ്യേണ്ടത്, ഭരണി നക്ഷത്രത്തിൻ്റെ റേഡിയേഷനുള്ള ഒരു വസ്തു. ഇപ്പോൾ ഞാനിനി പറയാൻ പോകുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് സുലഭമായി കിട്ടുന്നതും നിങ്ങൾക്ക് വലിയ ചിലവില്ലാതെ ദാനം ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളാണ്. ഓക്കെ, അപ്പോൾ ഓരോ നക്ഷത്രത്തിനും ഒരുപാട് റേഡിയേഷനുള്ള വസ്തുക്കളുണ്ട്. അതിൽ ചിലത് ഈ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ വെജിറ്റബിൾസ്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വസ്തുക്കളോ, അങ്ങനെ വലിയ ചിലവില്ലാത്ത എന്നാൽ ആ നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻ നല്ല രീതിയിലുള്ള വസ്തുക്കളാണെന്ന് ഞാനിനി പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്തോ. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ നമ്മുടെ ദശാനാഥൻ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അശ്വതി നക്ഷത്രത്തിന് റേഡിയേഷനുള്ള മുന്തിരി ദാനം ചെയ്യണം. ഓക്കെ, ഇനി ഭരണി നക്ഷത്രത്തിലാണ് നമ്മുടെ ദശാനാഥൻ, അതായത് നമുക്കിപ്പോൾ നമ്മൾ ഏത് ദശയിലാണോ, നമ്മുടെ ദശാകാലം ഏതാണോ ആ ദശാനാഥൻ പോയിരിക്കുന്ന നക്ഷത്രം. ഓക്കെ, അപ്പോൾ ഭരണിയിലാണ് നമ്മുടെ ദശാനാഥനെ ഗ്രഹം ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഭരണി നെല്ലിക്കയുടെ റേഡിയേഷൻ ഭരണി ആണ്. നെല്ലിക്കയ്ക്ക് ഭരണിയുടെ റേഡിയേഷനാണ് വരുന്നത്. അതുകൊണ്ട് നെല്ലിക്ക നമ്മൾ എല്ലാ മാസവും ഭരണി നാളിൽ, അതായത് ഭരണി നക്ഷത്രം വരുന്ന ദിവസം കൊടുത്താൽ കുറച്ചും കൂടി ബെറ്ററാണ്. ഇല്ല എങ്കിലും എല്ലാ മാസവും നമ്മൾ ഈ നെല്ലിക്ക ദാനം ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കും? നമുക്ക് ആ ഭരണി നക്ഷത്രത്തിലിരിക്കുന്ന ആ ദശാനാഥനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ നെല്ലിക്ക കൊടുക്കാൻ വെച്ചാൽ നെല്ലിക്ക മേടിച്ച് കൊടുക്കാം, നെല്ലിക്ക വീട്ടിൽ വളർത്തി അതിൽ നെല്ലിക്ക എടുത്ത് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നെല്ലിക്ക അച്ചാറിട്ട് കൊടുക്കാം. അങ്ങനെ ഏത് രീതിയിലും നമുക്കത് ചെയ്യാം കേട്ടോ. ഓക്കെ, നെല്ലിക്ക ജ്യൂസ് കൊടുക്കാം.
അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ദാനം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നതിനാണ് ദാനം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ആ ഒരു ചിന്താഗതിയോട് കൂടി നമ്മളത് ചെയ്യണം. അപ്പോഴാണ് അത് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഭരണി നക്ഷത്രത്തിലാണ് നമ്മുടെ ദശാനാഥൻ ഇരിക്കുന്നെങ്കിൽ നമ്മൾ നെല്ലിക്കയാണ് ദാനം ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാർത്തിക നക്ഷത്രക്കാരൻ, അടുത്ത നക്ഷത്രം കാർത്തികയാണല്ലോ. അപ്പം നമ്മുടെ ദശാനാഥൻ കാർത്തികയിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? കാർത്തിക എന്ന നക്ഷത്രത്തിനും അത്തിപ്പഴമല്ലേ, അത്തിപ്പഴം എന്നതും ഈ കാർത്തിക നക്ഷത്രത്തിന് റേഡിയേഷനുള്ള ഒരു പഴമാണ് അത്തിപ്പഴം. അപ്പോൾ ഈ അത്തിപ്പഴം നമുക്ക് ദാനം ചെയ്യാം. ഓക്കെ. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ നമ്മുടെ ദശാനാഥൻ ഇരിക്കുകയാണെങ്കിൽ അത്തിപ്പഴം നിങ്ങൾക്ക് ദാനം ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നക്ഷത്രം ഏത് വരുന്നത്? രോഹിണിയാണ് വരുന്നത്, അല്ലേ? അപ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ റേഡിയേഷനുള്ള ഒരു പഴമാണ് ഞാവൽപ്പഴം. ഓക്കെ, ഞാവൽപ്പഴം. ഇപ്പോൾ ഈ ഞാവൽപ്പഴത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാവൽപ്പഴം എല്ലാ സീസണിലും കിട്ടാത്തൊരു പഴമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഞാവൽപ്പഴത്തിന് പകരമായിട്ട് പാൽഗോവ എന്നൊരു സംഭവമുണ്ട്, അത് നമുക്ക് ദാനം ചെയ്യാൻ പറ്റും. ഓക്കെ, പാൽഗോവ ദാനം ചെയ്യാം. ഞാവൽപ്പഴത്തിന് സീസൺ ആകുമ്പോൾ ഞാവൽപ്പഴം നമുക്ക് ദാനം ചെയ്യാൻ പറ്റും. ഞാവൽപ്പഴം മേടിച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഞാവൽ മരം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ദാനം ചെയ്യാം. ഓക്കെ, അതെല്ലാ മാസവും, അതും ഏത് നക്ഷത്രത്തിൽ ചെയ്താലും ആണ് അത് കുറച്ചുകൂടി ഉത്തമമായിട്ട് വരാം. അത് രോഹിണി നക്ഷത്രത്തിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഉത്തമമായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ. ഇനി അടുത്ത നക്ഷത്രം വരുന്ന ഏതാ? മകയിര നക്ഷത്രം. മകയിര നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻ വരുന്നതാണ് നാളികേരം. ഓക്കെ, നാളികേരം, അതുപോലെ കരിക്ക്, ഇളനീര്, അല്ലേ? അതും എന്താണ്? മകയിര നക്ഷത്രത്തിന് റേഡിയേഷൻ. അപ്പോൾ നാളികേരം ദാനം ചെയ്യുക, അല്ലെങ്കിൽ നാളികേരം ഉപയോഗിച്ചുണ്ടാക്കുന്ന കറികൾ, വിഭവങ്ങൾ ദാനം ചെയ്യാം, അല്ലേ? അതുപോലെ കരിക്ക് ദാനം ചെയ്യാം, കരിക്കും വെള്ളം ദാനം ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് മകയിര നക്ഷത്രക്കാർ, അതായത് ദശാനാഥൻ മകയിര നക്ഷത്രത്തിൽ ഇരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദശാനാഥൻ തിരുവാതിര നക്ഷത്രത്തിൽ ഇരിക്കുന്നവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വാഴപ്പഴം അല്ലേ, നമ്മുടെ വാഴപ്പഴം, ഏത് പഴമായാലും വാഴപ്പഴത്തിന് നമ്മുടെ തിരുവാതിര നക്ഷത്രത്തിന് റേഡിയേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വാഴപ്പഴം ദാനം ചെയ്താൽ മതി എല്ലാ മാസവും. അതും തിരുവാതിര നക്ഷത്രത്തിൽ ചെയ്താൽ അത്രയും നല്ലതാണ്. ഓക്കെ, ഇനി അടുത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുണർദ നക്ഷത്രക്കാർ. പുണർദം. അപ്പോൾ നമ്മുടെ നമ്മുടെ ദശാനാഥൻ പുണർദ നക്ഷത്രത്തിൽ ഇരിക്കുന്നവർ എന്ത് ചെയ്യണം? ഈ പുണർദ നക്ഷത്രത്തിന് റേഡിയേഷനാണ് കരിമ്പിന്. ഓക്കെ, അപ്പോൾ കരിമ്പ് അല്ലെങ്കിൽ കരിമ്പിൻ ജ്യൂസ് ദാനം ചെയ്യാം. കരിമ്പ് മേടിച്ച് ദാനം ചെയ്യാം, അല്ലെങ്കിൽ കരിമ്പ് മേടിച്ച് കരിമ്പിൻ ജ്യൂസ് ആക്കിയിട്ട് അത് ദാനം ചെയ്യാം. അല്ലെങ്കിൽ ഷോപ്പുകളിൽ കരിമ്പിൻ ജ്യൂസ് മേടിച്ച് കൊടുക്കാം, അല്ലേ? കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ഷോപ്പുകളിൽ കരിമ്പിൻ ജ്യൂസ് മേടിച്ചിട്ട് നമുക്കത് ദാനം ചെയ്യാം. ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഇനി അടുത്ത നക്ഷത്രം ഏതാ? പൂയ നക്ഷത്രം. അപ്പോൾ നമ്മുടെ വീണ്ടും ഗ്രഹനാഥൻ എന്ന് പറഞ്ഞു. നമ്മുടെ ദശാനാഥൻ ഈ പൂയ നക്ഷത്രത്തിൽ ഇരുന്നാൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിൾ നമുക്ക് ദാനം ചെയ്യാം. ഓക്കെ, ആപ്പിൾ മേടിച്ച് ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഇനി എല്ലാ മാസവും കേട്ടോ, അതാ പൂയ നാളിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ്. ഇനി അടുത്ത നക്ഷത്രം വരുന്നത് ആയില്യാണ്. നമ്മുടെ ദശാനാഥൻ ആയില്യത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പച്ചക്കറികളിലൊരു ഐറ്റമാണ് മുരിങ്ങക്കായ, അല്ലേ? മുരിങ്ങക്കായ, അത് മുരിങ്ങയിലാവാം അല്ലെങ്കിൽ മുരിങ്ങക്കായ ആവാം. ഇത് നമുക്ക് ദാനം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ വീടുകളിലുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് ദാനം ചെയ്യാം. അതല്ല, നമുക്കത് മുരിങ്ങക്കായ വേടിച്ചിട്ടും ദാനം ചെയ്യാൻ പറ്റും. അതെല്ലാ മാസം ആയില്യം നക്ഷത്രത്തിൽ ചെയ്താൽ അത്രയും ഉത്തമം. ഓക്കെ, ഇനി അടുത്ത നക്ഷത്രം വരുന്നത് മകമാണ്. നമ്മുടെ ദശാനാഥൻ മകം നക്ഷത്രത്തിലാണ് ഇരിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തണ്ണിമത്തൻ ദാനം ചെയ്യാം. ഓക്കെ, തണ്ണിമത്തം മേടിച്ച് ദാനം ചെയ്യാം. വീട്ടിൽ കൃഷി ചെയ്തിട്ടും അത് ദാനം ചെയ്യാൻ പറ്റും. ഓക്കെ, മകൻ നക്ഷത്രക്കാർ വീട്ടിൽ കൃഷി ചെയ്ത് ദാനം ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകൻ നക്ഷത്രത്തിൻ്റെ കർമ്മ വരുന്നത് ചന്ദ്രനായതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്ത് ദാനം ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സ്ട്രെങ്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നെല്ല്, അരി, ഇതും ദാനം ചെയ്യാൻ പറ്റും മകൻ നക്ഷത്രക്കാർക്ക്. ഓക്കെ, അത് മകൻ നക്ഷത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ, ഇനി അടുത്ത നക്ഷത്രം വരുന്നത് പൂരം. അപ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് വരുന്ന പൂരം നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻ വരുന്നൊരു വസ്തുവാണ് ചെറുനാരങ്ങ. ഓക്കെ,
അപ്പോൾ ഈ ചെറുനാരങ്ങ നമുക്ക് ദാനം ചെയ്യാം. ചെറുനാരങ്ങ ദാനം ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് നമ്മുടെ ദശാനാഥൻ ദശാനാഥൻ പൂരം നക്ഷത്രത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറുനാരങ്ങ എല്ലാ മാസവും ദാനം ചെയ്യാം. അത് പൂരം നക്ഷത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും നല്ലത്. അതായത് പൂരം നക്ഷത്രം വരുന്ന ദിവസം. ഓക്കെ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം കൂടി ഉണ്ട്. ഇപ്പോൾ പൂരം നക്ഷത്രത്തിൽ നിങ്ങൾ ചെറുനാരങ്ങ ദാനം ചെയ്താൽ അടുത്ത പൂരം നക്ഷത്രമാകുമ്പോൾ 1 മാസത്തോളം ആവും അല്ലേ. അപ്പോൾ കറക്റ്റ് ആ 1 മാസം മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത നക്ഷത്രം വരുന്നത് ഉത്രാണ്. അപ്പോൾ നമ്മുടെ ദശാനാഥൻ ഉത്ര നക്ഷത്രത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഉത്ര നക്ഷത്രം റേഡിയേഷനാണ് മാതള നാരങ്ങയ്ക്കുള്ളത്. അപ്പോൾ മാതള നാരങ്ങയാണ് നമ്മളവിടെ എന്ത് ചെയ്യേണ്ടത്? ദാനം ചെയ്യേണ്ടത്. ഓക്കെ. അത് ഉത്ര നക്ഷത്രത്തിലാണ് ചെയ്യുന്നത്, അത്രയും നല്ലതാണ്. ഇനി അടുത്ത അത്തം നക്ഷത്രമാണ്. നമ്മുടെ ദശാനാഥൻ അത്തം നക്ഷത്രത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത്തം നക്ഷത്രത്തിന് റേഡിയേഷൻ ഉള്ളതാണ് ഓറഞ്ചിന്. അപ്പോൾ ഓറഞ്ചാണ് നമ്മളവിടെ എന്ത് ചെയ്യേണ്ടത്? ദാനം ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്ത നക്ഷത്രം വരുന്നത് ഏതാ? ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻ വരുന്നതാണ് പപ്പായക്ക്. അപ്പോൾ ഈ പപ്പായ നമുക്ക് ദാനം ചെയ്യാം. അത് ആരാണ് ദാനം ചെയ്യേണ്ടത്? നമ്മുടെ ഇപ്പോഴത്തെ ദശ ഏതാണോ ആ ദശാനാഥൻ പോയിട്ട് എവിടെ ഇരിക്കണം? ഈ അത്തം നക്ഷത്രത്തിൽ ഇരുന്നാലാണ് നമുക്കത് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അത്തം നക്ഷത്രമല്ല, ചിത്തിര നക്ഷത്രത്തിൽ ഇരുന്നാലാണ് നമ്മൾ ആ പപ്പായ ദാനം ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്ത നക്ഷത്രം ഏതാ? ചോതിയാണ്. അപ്പോൾ നമ്മുടെ ദശാനാഥൻ ചോതി നക്ഷത്രത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേൻ ചോതി നക്ഷത്രം റേഡിയേഷൻ വരുന്നതാണ്. അപ്പോൾ തേൻ ദാനം ചെയ്യാം. അതുപോലെ തേൻ പോലെ തന്നെ കാപ്പിക്കുരു അത്, അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കി ദാനം ചെയ്യാം. അല്ലെങ്കിൽ കാപ്പിക്കുരു, അല്ലെങ്കിൽ എന്താ പറയുക, കോഫി പൗഡർ നമുക്ക് ദാനം ചെയ്യാൻ പറ്റും. തേൻ അല്ലെങ്കിൽ കോഫി പൗഡർ ദാനം ചെയ്യാം. ഓക്കെ. അടുത്ത നക്ഷത്രം വരുന്നതാണ് വിശാഖം നക്ഷത്രത്തിലാണ് നമ്മുടെ ദശാനാഥൻ ഇരിക്കുന്നതെങ്കിൽ, ദശാനാഥൻ മീൻസ് ആ ദശയെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹം അതിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് തേയില ദാനം ചെയ്യാം. തേയില, അതുപോലെ കൽക്കണ്ടം, ഇത് രണ്ടും നമുക്ക് ദാനം ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത നക്ഷത്രം വരുന്നതാണ് അനിഴം നക്ഷത്രത്തിലാണ് നമ്മുടെ ദശാനാഥൻ അല്ലെങ്കിൽ ദശാധിപതി എന്നൊക്കെ പറയാം. അപ്പോൾ ദശാനാഥൻ എവിടെ ഇരിക്കുകയാണ്? അനിഴം നക്ഷത്രത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പനന്നുങ്ക് നമുക്ക് ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. അത് അനിഴം നക്ഷത്രത്തിൽ ചെയ്താൽ അത്രയും നല്ലതാണ്. ഓക്കെ. ഇനി അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പനന്നുങ്ക് മേടിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പനന്നുങ്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് മറ്റുള്ളവർക്ക് മേടിച്ച് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. ഇനി അടുത്തത് എന്താ? അടുത്ത നക്ഷത്രം വരുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ നമ്മുടെ ദശാനാഥൻ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ദാനം ചെയ്യേണ്ടത് ജെറിപ്പഴമാണ്. ജെറിപ്പഴം ദാനം ചെയ്യാം നമുക്ക്. ഓക്കെ. അടുത്ത നക്ഷത്രം വരുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രത്തിലാണ് നമ്മുടെ ദശാനാഥൻ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ദാനം ചെയ്യേണ്ടത് പേരയ്ക്ക ദാനം ചെയ്യാം. അത് മൂലം നക്ഷത്രത്തിൽ ചെയ്താൽ അത്രയും നല്ലതാണ്. ഓക്കെ. ഇനി അടുത്തത് പൂരാടം നക്ഷത്രത്തിലാണ് നമ്മുടെ ദശാനാഥൻ ഇരിക്കുന്നതെങ്കിൽ, പൂരാടം നക്ഷത്രം, അതിന് വെള്ളരിക്ക നിങ്ങൾക്ക് ദാനം ചെയ്യാം. ഓക്കെ. വെള്ളരിക്ക. ഓക്കെ. ഇനി നമ്മുടെ ദശാനാഥൻ പോയിട്ട് ഉത്രാട നക്ഷത്രത്തിലാണ് ഇരിക്കുന്നതെങ്കിലോ, ഉത്രാട നക്ഷത്രത്തിലാണ് നമ്മുടെ ദശാനാഥൻ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ദാനം ചെയ്യേണ്ടത് കൊഴുക്കട്ട അത് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അത് മേടിച്ചിട്ട് ആളുകൾക്ക് ദാനം ചെയ്യാം. ഇല്ലെങ്കിൽ ചക്ക ദാനം ചെയ്യാം, അല്ലെങ്കിൽ ചക്കപ്പഴം ദാനം ചെയ്യാം. അത് ചെയ്യുന്നത് നല്ലതാണ്. അത് ഉത്രാട നക്ഷത്രത്തിൽ ചെയ്താൽ അത്രയും നല്ലതാണ്. ഓക്കെ. ഇനി അടുത്ത നക്ഷത്രം വരുന്നത് തിരുവോണമാണ്. തിരുവോണത്തിലാണ് നമ്മുടെ ദശാനാഥൻ ഇരിക്കുന്നതെങ്കിൽ, തിരുവോണ നക്ഷത്രത്തിലാണ് ദശാനാഥൻ. അപ്പോൾ ഒരു കാര്യമുണ്ട്, തിരുവോണ നക്ഷത്രത്തിൽ നമ്മുടെ ദശാനാഥൻ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ആ ദശാനാഥനായ ഗ്രഹം എവിടെ പോയിരിക്കണം? നമ്മുടെ മകരം രാശിയിൽ ഇരുന്നാൽ മാത്രമാണ് തിരുവോണ നക്ഷത്രത്തിലായുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഏത് രാശിയിലാണ് ഇരിക്കുന്നത്, ആ രാശിയിലിരിക്കുന്ന നക്ഷത്രങ്ങളിലാണ് ദശാനാഥൻ വരിക. അപ്പോൾ മകരത്തിലാണ് നമ്മുടെ ദശാനാഥനായ ഗ്രഹം ഇരിക്കുന്നതെങ്കിൽ അത് തിരുവോണത്തിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തിരുവോണ നക്ഷത്രത്തിന് റേഡിയേഷൻ വരുന്നത് സീതപ്പഴം. അപ്പോൾ സീതപ്പഴം നമുക്ക് ദാനം ചെയ്യാം. ഓക്കെ. ഇനി
ആ സീതപ്പഴം നമ്മൾ വീട്ടിൽ കൃഷി ചെയ്ത് ചെയ്യാം. അതായത് സീതപ്പഴം വീട്ടിൽ കിട്ടുന്നവരാണെങ്കിൽ, ഇല്ലെങ്കിൽ മേടിച്ചിട്ട് നമുക്കത് എല്ലാ മാസം തിരുവോണം നാളിൽ തന്നെ ചെയ്താൽ നല്ലതാണ്. ഓക്കെ. ഇനി അടുത്ത നക്ഷത്രം ഏതാ? തിരുവോണം കഴിഞ്ഞാൽ അവിട്ടമാണ്. അപ്പം നമ്മുടെ ദശാനാഥം അവിട്ടം നക്ഷത്രത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, ദശാനാഥം അവിട്ടം നക്ഷത്രത്തിൽ ഇരുന്നാൽ തക്കാളിയാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻ വരുന്നത്. അപ്പോൾ ഈ തക്കാളി നമുക്ക് തക്കാളിയായിട്ട് ദാനം ചെയ്യാം. തക്കാളി നമുക്ക് എന്താ പറയുക, തക്കാളിയുടെ വിഭവങ്ങളായിട്ട് ദാനം ചെയ്യാം. അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ദാനം ചെയ്യാം. തക്കാളി കൃഷി ചെയ്തിട്ട് ദാനം ചെയ്യാം, തക്കാളി വേടിച്ച് ദാനം ചെയ്യാം. ഓക്കെ, അത് എല്ലാ മാസം ചെയ്യുന്നത് നല്ലത്. ഈ ദശാകാലം കഴിയുന്നത് വരെ എല്ലാ മാസവും നമുക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദശാനാഥനെ പോസിറ്റീവ് ആക്കുന്നത് മൂലം ആ ദശയുടെ നല്ല കാര്യങ്ങൾ കിട്ടുന്നതിനും അതിൻ്റെ മോശം വശങ്ങളെ കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും എന്നർത്ഥം. ഓക്കെ. ഇനി അടുത്ത നക്ഷത്രം വരുന്നത് ചതയമാണ്. ചതയം നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻ ഡ്രൈ ഫ്രൂട്ട്സിന് വരുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ദാനം ചെയ്യാം. ആർക്ക് ദാനം ചെയ്യാൻ പറ്റാം? ദശാനാഥൻ. അതായത് ഇപ്പോൾ നമുക്ക് ഏത് ദശയാണ് നടക്കുന്നത്, ആ ദശയെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹം, ഓരോ ദശയും കൺട്രോൾ ചെയ്യുന്ന ഓരോ ഗ്രഹങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ ശുക്രദശ എന്ന് പറയുന്നത് എന്താ? ആ ശുക്രൻ ആണ് ആ ദശേനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ശുക്രദശ എന്ന് പേര് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ശുക്രദശയാണ് നമുക്കിപ്പോൾ നടക്കുന്നത്. ആ ശുക്രൻ നമ്മുടെ ഗ്രഹനിലയിൽ എവിടെ പോയിരുന്നാൽ, അതായത് ചതയത്തിൽ പോയിരുന്നാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചതയ നക്ഷത്രത്തിൽ ഇരുന്നാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആ ശുക്രൻ്റെ ദശ കഴിയുന്നത് വരെ. ഓക്കെ. ദശാപകാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. മെയിൻ ദശ ഏതാണോ അത് ആ ദശ കഴിയുന്നത് വരെ എല്ലാ മാസവും നമുക്ക് ദാനം ചെയ്യാം. അങ്ങനെ ദാനം ചെയ്യുന്നത് നമ്മൾ ചതയം നക്ഷത്രം വരുന്ന ദിവസം കൂടി ആണെങ്കിൽ അത് കുറച്ചും കൂടിയും എഫക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യും. ഓക്കെ. ഇനി അടുത്ത നക്ഷത്രം ഏതാ? പൂരുരുട്ടാതി. ഇനി പൂരുരുട്ടാതിലാണ് നമ്മുടെ ദശാനാഥൻ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പൂരുരുട്ടാതി നക്ഷത്രത്തിന് റേഡിയേഷൻ വരുന്നതാണ് മാങ്ങ, മാമ്പഴം, ഇതൊക്കെ. അപ്പം മാങ്ങ ദാനം ചെയ്യാം, മാമ്പഴം ദാനം ചെയ്യാം. നമ്മുടെ വീട്ടിൽ മാവുണ്ടെങ്കിൽ അതിൽ മാങ്ങ നമുക്ക് ദാനം ചെയ്യാൻ പറ്റും. മാമ്പഴം ദാനം. അപ്പോൾ ദാനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? അറിവും പരിചയം ഇല്ലാത്തവർക്ക് ചെയ്യുന്നതാണ് ബെറ്റർ. നമുക്ക് പരിചയമുള്ള നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ എന്താണ്? അറിവും പരിചയം ഇല്ലാത്ത ആളുകൾക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതെല്ലാ മാസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അത് പൂരുരുട്ടാതി നക്ഷത്രത്തിലും കൂടിയാണ് നിങ്ങൾ ചെയ്യുന്ന ദിവസം എങ്കിൽ അത് ബെറ്ററാണ്. ഓക്കെ. ഇനി അടുത്ത നക്ഷത്രമാണ് ഉത്രട്ടാതി. ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് നമ്മുടെ ദശാനാഥൻ പോയിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പൈനാപ്പിൾ ദാനം ചെയ്യാം. പൈനാപ്പിൾ ഉത്രട്ടാതി നക്ഷത്രത്തിന് റേഡിയേഷൻ വരുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ പൈനാപ്പിൾ നമുക്ക് എല്ലാ മാസവും ദാനം ചെയ്യാൻ പറ്റും. ഓക്കെ. അത് പൈനാപ്പിളിൻ്റെ മറ്റ് ഏതെങ്കിലും ഒരു രീതിയിലും, അതായത് പൈനാപ്പിൾ ഫ്രൂട്ടായി മാത്രമല്ല, പൈനാപ്പിൾ വെച്ച് ഉണ്ടാക്കുന്ന, ഇപ്പോൾ പൈനാപ്പിൾ പായസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പൈനാപ്പിൾ കൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കും. അപ്പം അങ്ങനെ പായസമായിട്ട് ദാനം ചെയ്യാം. അങ്ങനെ പൈനാപ്പിൾ ഇപ്പോൾ എന്താ പറയുക, പൈനാപ്പിൾ ഉപ്പിലിടുക, അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാം. അങ്ങനെ പൈനാപ്പിൾ കൊണ്ട് എന്ത് കാര്യം ചെയ്താലും അത് നമുക്ക് ദാനം ചെയ്യാം എന്നർത്ഥം. ഇനി അടുത്തത് ഉത്രട്ടാതി കഴിഞ്ഞു. ഇനി അവസാനത്തെ നക്ഷത്രമാണ് രേവതി. അപ്പം രേവതി നക്ഷത്രത്തിലാണ് നിങ്ങളുടെ ദശാനാഥൻ. ദശാനാഥൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിപ്പോൾ ഏത് ദശയാണോ നടക്കുന്നത് ആ ദശയുടെ ഗ്രഹം, ആ ദശേനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ദശയുടെ അധിപതിയായിട്ടുള്ള ഗ്രഹം നമ്മുടെ ഗ്രഹനിലയിൽ ഏത് നക്ഷത്രത്തിലാണോ ഇരിക്കുന്നത്, ഓക്കെ, ആ നക്ഷത്രം രേവതി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രേവതിയുടെ റേഡിയേഷൻ വരുന്നതാണ് ഈ മല്ലി എന്ന് പറയുന്നത്. മല്ലിയില എന്നൊക്കെ നമ്മൾ കേട്ടല്ലേ? ആ മല്ലി അല്ലെങ്കിൽ മല്ലിയില. അപ്പോൾ ഈ മല്ലിയില നമുക്ക് ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. അതെല്ലാ മാസവും അത് രേവതി നക്ഷത്രം വരുന്ന ദിവസം, അതായത് ചന്ദ്രൻ രേവതിയിൽ വരുന്ന ദിവസമാണ് നമ്മളത് ദാനം ചെയ്യുന്നതെങ്കിൽ അത് ഒന്നുകൂടി നമുക്ക് അതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഓരോ ദശാകാലങ്ങൾ വരുമ്പോഴും നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഏത് ദശയാണ് വരുന്നത് ആ ദശാനാഥനായ ഗ്രഹം നമ്മുടെ ഗ്രഹനിലയിൽ ഏത് നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത് എന്നറിഞ്ഞാൽ നമുക്ക് ആ നക്ഷത്രത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ആ നക്ഷത്രത്തിനെ പോസിറ്റീവ് ആക്കുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ലൈഫിനെ
എന്താ പറയുക, ആ ദശയുടെ ബെനഫിറ്റുകൾ കിട്ടുകയും ചെയ്യും. ആ ദശയുടെ മോശം കാര്യങ്ങൾ കിട്ടാതിരിക്കാനും നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതൊരു നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അറിവ്. അപ്പോൾ നിങ്ങൾക്കോ, ഇപ്പം നിങ്ങൾക്ക് ഗ്രഹനിലയില്ലാത്ത ആൾ, അതായത് ജനിച്ച സമയം അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ ഗ്രഹങ്ങൾ ഈ നക്ഷത്രത്തിൽ ഇരിക്കണമെന്ന് അറിയുന്നത് എളുപ്പമല്ല. ജനിച്ച സമയം അറിഞ്ഞില്ലെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞാൽ പിന്നെയും നമുക്ക് കിട്ടും. പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ മക്കൾക്ക് ഇത് പ്രയോജനപ്പെടും. മക്കളുടെ ജനിച്ച സമയവും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വെച്ചിട്ട് ഏത് ഗ്രഹത്തിലാണ് ഏത് നക്ഷത്രത്തിലാണ് ഗ്രഹങ്ങൾ ഇരിക്കണേ എന്ന് നോക്കിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ഓരോ ഗ്രഹങ്ങൾ ഏത് നക്ഷത്രത്തിലാണെന്ന് അറിയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മിത്ര ആസ്ട്രോ അക്കാദമിയായിട്ട് കോൺടാക്ട് ചെയ്തോ, മിത്ര ആസ്ട്രോ അക്കാദമിയുടെ ഓഫീസ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തോ എന്നിട്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജനിച്ച സമയവും ഗ്രഹനില അറിയെങ്കിൽ നമുക്കത് പറഞ്ഞുതരാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ 5 മിനിറ്റ് ഫ്രീ കൺസൾട്ടേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ഫ്രീ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഒരു ചോദ്യം ചോദിക്കാനാണ് നമുക്ക് സാധിക്കുക. ആ ചോദ്യം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുക. അതായത് എൻ്റെ ദശാകാലം ഇന്നതാണ്, അപ്പോൾ എനിക്ക് ആ ദശാകാലത്തിൻ്റെ ഗ്രഹം ഏത് നക്ഷത്രത്തിലാണെന്ന് അറിയണമെന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്കത് പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ അത് അറിയണമെന്ന് ആവശ്യമുള്ളവർ മിത്ര ആസ്ട്രോ അക്കാദമിയായിട്ട് കോൺടാക്ട് ചെയ്തോ. ഇനി നിങ്ങൾക്ക് ഫുൾ അറിയണം, ഫുൾ ഡീറ്റെയിൽ, അതായത് ഓരോ ദശാകാലത്തും ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ നക്ഷത്രത്തിലാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത പോലെ മിത്ര ആസ്ട്രോ അക്കാദമിയുടെ അപ്പോയിൻമെൻ്റ് എടുത്തോ. നമുക്ക് അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് നമ്മുടെ ഓരോ ദശയും ഓരോ ദശാകാലവും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്, അല്ലേ? അതായത് ഓരോ ദശയിലും ഓരോ ഗ്രഹങ്ങൾ, അതായത് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് സൂര്യദശയാണെങ്കിൽ ആ സൂര്യദശയിലായിരിക്കും സൂര്യൻ നമുക്ക് സൂര്യൻ്റെ റിസൾട്ടുകൾ തരാം. അതായത് നല്ലതാണെങ്കിലും മോശം ചീത്തയാണെങ്കിലും ആ സൂര്യദശാകാലത്താണ് ഏറ്റവും കൂടുതലായിട്ട് തരാം. അപ്പോൾ അതിനെ നമുക്ക് എന്താ പറയുക, പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ഇത് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.